നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കൃത്യം 11 മണിക്ക് തന്നെ പ്രത്യേക വിചാരണ കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് വിധി പറഞ്ഞു. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ. നടൻ ദിലീപിനെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിധിയിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പ്രത്യേക അന്വേഷണ സംഘം മേധാവി ADGP H വെങ്കടേഷിന് ചെന്നിത്തല കത്ത് നൽകി. മറ്റന്നാൾ മൊഴിയെടുക്കും. രാജ്യാന്തര ബന്ധം തെളിഞ്ഞാൽ CBI എത്തുമെന്നും സൂചനയുണ്ട്. 1ാം ഘട്ട തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് സാധനങ്ങളുടെ വിതരണം രാവിലെ നടന്നു. ഉച്ചയ്ക്ക് മുമ്പായി പോളിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർ ഇതുമായി എത്തിച്ചേരുകയും ചെയ്തു. സംസ്ഥാനത്താകെ 1.8 ലക്ഷം ഉദ്യോഗസ്ഥരെയും 70,000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. ആകെ 2535 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളതെന്നാണ് കണക്കുകൂട്ടൽ. ദേശീയപാത 66 ഇടിഞ്ഞു താഴുന്ന മൈലാക്കാട് സർവീസ് റോഡിലെ ഗതാഗതം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചു. കൊല്ലത്ത് അഷ്ടമുടിക്കായൽ തീരത്ത് ഇന്നലെ രാത്രി കെട്ടിയിട്ടിരുന്ന 11 മത്സ്യബന്ധന ബോട്ടുകളും ഫൈബർ വള്ളവും കത്തി നശിച്ചത് ദുരൂഹത പടർത്തി. 8 കോടി നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരിക്കെ വർഗീയ സംഘടന ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ പറഞ്ഞത് വിവാദമായി. CPM വോട്ട് ചോദിച്ചു, കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം വിശദമാക്കിയത്. സ്പൈസസ് ബോർഡ് അംഗമായി രാജ്യസഭാംഗം C സദാനന്ദനെ തെരഞ്ഞെടുത്തു. ഈ മാസം 12-ാം തീയതി മുതൽ ചെറു വിമാനങ്ങൾ താഴ്ന്നു പറന്ന് ഭൂമിയിലുള്ള ധാതു നിക്ഷേപ സർവേ നടത്തും. എയ്റോ ജിയോഫിസിക്കൽ സർവേ ആദ്യം വടക്കൻ കേരളത്തിലാവും നടപ്പാക്കുക. 80 മുതൽ 120 മീറ്റർ വരെ ഉയരത്തിൽ മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലാകും ഈ ചെറു വിമാനങ്ങൾ പറക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യ സംവാദത്തിന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വെല്ലുവിളിച്ചു. PM ശ്രീയിൽ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി എന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് KC വേണുഗോപാൽ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾക്കിടെ മാധ്യമപ്രവർത്തകരോട് വെല്ലുവിളി അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വച്ച് വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.